ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ബീഫ് വരട്ടിയതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് കുറച്ച് സവോള ഇട്ട് കൊടുക്കുക. ഞാൻ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിനകത്തിലേക്ക് കുറച്ച് പെരിഞ്ജീരകം, അതിനകത്തിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി. ഇതിനകത്തിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മിയെടുക്കാം. ഇതിനകത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില. ഇനി നല്ലതുപോലെ തിരുമ്മിയെടുക്കാം. ഇതിനകത്തിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തിലേക്ക് 1.5 കപ്പ് വെള്ളമാണ്, 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. ഇനി നമുക്കിതൊരു 5 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നമുക്കൊരു പാത്രം എടുത്ത് വെച്ച് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, പിന്നെ നമുക്ക് കറുവപ്പട്ട, ഏലക്ക, 1 ഏലക്ക, ജീരകം, പെരുംജീരകം, കുരുമുളക്, അങ്ങനെ ഗരം മസാല ഇട്ട് ഇതിനകത്തിലേക്ക് നമുക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതിനകത്തിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. 1 പിടി സവോളയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സവോള ഇവിടെ നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണമെല്ലാം മാറുന്നിടം വരെ ഇളക്കാം. നമ്മുടെ മുളക് പൊടിയെല്ലാം നല്ലപോലെ മൂത്ത് അതിനകത്തിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി വരുമ്പോഴത്തേനും നമുക്കൊരു 2 തക്കാളിയും 1 പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചതാണ്, കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ബീഫ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിട്ട് തട്ടിയിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചെറിയ തീക്കാതെ ഇട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇതിനകത്തിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിനകത്തിലേക്ക് നമുക്കിനി 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ബീഫ് റോസ്റ്റിന് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതിങ്ങനെ ട്രൈ ചെയ്യണം. അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ബീഫ് റോസ്റ്റ് ഞാനിന്ന് കഴിക്കാൻ പോകുന്നത് നല്ല ചീനി വേവിച്ചതിൻ്റെ കൂടെയാണ്. നല്ല ടേസ്റ്റാണ് ചീനി ബീഫ് റോസ്റ്റ് കൂടെ ഇത് കഴിക്കാൻ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.